കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ശ്രീ ഡോക്ടർ രജിത് കുമാറിൻ്റെ ജനനം. ബാല്യത്തിൽ അച്ഛനെ വിട്ടുപിരിഞ്ഞ ഡോക്ടർ രജിത് കുമാറിന് അമ്മയായിരുന്നു താങ്ങും തണലും. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ അമ്മ പ്രാർത്ഥിച്ചതും കഷ്ടപ്പെട്ടതും തൻ്റെ മകൻ ഒറ്റപ്പെട്ടു പോവാതെ വലിയ നിലയിൽ എത്തിച്ചേരണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇന്ന് ഡോക്ടർ രജിത് കുമാറിനെ ജനമറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ മനസ്സ്. തൻ്റെ വരുമാനത്തിൽ നിന്ന് ഏറിയ പങ്കും ദരിദ്രർക്ക് പങ്കുവയ്ക്കുന്ന ഈ മനുഷ്യൻ സമൂഹത്തിനും വലിയ മാതൃകയാണ്. ജീവിതാനുഭവങ്ങളും ബൈബിൾ തൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും ഡോക്ടർ രജിത് കുമാർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. ഇന്നെനിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് കിഡിലെ മക്കളെ സൃഷ്ടിക്കാനുള്ള രഹസ്യമെന്ന്. അത് സെക്സ് മാത്രമല്ല, അതിന് കുറച്ച് വേദവും കുറച്ച് ജീൻ മോഡിഫിക്കേഷനും ആ ജീനുകളിലെ ആ ക്രോമസോമുകളിലെ ജീനുകളുടെ ആക്ടിവേഷനും ഒക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും ഈ ലെറ്ററുകൾ എഴുതി കൊടുത്തു. ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണം എന്ന്. ഇവിടെ നിന്ന് തൃശ്ശൂർ പോയി പെണ്ണ് ചോദിക്കാൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, അയൽവക്കത്തുനിന്ന് കടവും വാങ്ങിച്ച് ട്രെയിനിൽ കയറി നേരെ തൃശ്ശൂർ പോയി ആ വീട് തപ്പി കണ്ടെത്തി അവിടെ പോയി ഒറ്റയ്ക്ക്, ആരെയും കൂടെയൊന്നും കൊണ്ടുപോയില്ല. ഇന്ന് കണ്ടിട്ടില്ലേ കുറേ ഗുണ്ടകളെയും കൊട്ടേഷനെയൊക്കെയാണ് കൊണ്ടുപോകണം. നമുക്ക് അങ്ങനെ ആരെയും കൊണ്ടുപോയില്ല. നേരെ ചെന്നു വീട്ടുകാരോട് സംസാരിച്ചു, കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു കോഴ്സ് കഴിയുമ്പം തരാം എന്ന്, വിവാഹം നടത്തി തരാം എന്ന്. സന്തോഷത്തോടെ വന്നു. എൻ്റെ വീട്ടിലും പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. ദെൻ മാർച്ച് 31 കോഴ്സ് കഴിഞ്ഞു. ഏപ്രിൽ പരീക്ഷ വന്നു. പരീക്ഷ എഴുതി. അദ്ദേഹം പോയ പോക്ക് പോയി. പിന്നെ മഷി ഇട്ട് നോക്കിയിട്ട് കണ്ടിട്ടുമില്ല. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ തേപ്പ് എനിക്ക് BEd കോളേജിൽ നിന്ന് കിട്ടി. തേപ്പ് ഒരു 1.5 തേപ്പായിരുന്നു ആ ഷോക്ക് മാറാൻ. പക്ഷെ BEdൻ്റെ റിസൾട്ട് വന്നു. റാങ്കിന് എനിക്ക് കുറച്ച് മാർക്കേ കുറവുള്ളായിരുന്നു, പക്ഷെ എനിക്ക് റാങ്ക് കിട്ടിയില്ല. 31 മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു റാങ്ക്. ഹൈ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ BEd പാസ്സായി. പക്ഷേ ആ ഷോക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഷോക്കായി മാറി. അപ്പം ആ ഒരു തേപ്പ് ഒരു 1.5 തേപ്പായിപ്പോയി BEd കോഴ്സ് കഴിഞ്ഞപ്പോൾ. അവിടെ ഞാൻ തകർന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഹൃദയം തുറന്നായിരുന്നു എഴുതിയത്, പറഞ്ഞതും ആഗ്രഹിച്ചത്. താങ്ങി നിൽക്കാൻ പിന്നെ നല്ല സുഹൃത്തുക്കളില്ലാതെയും പോയി. പിന്നെ ആകെ താങ്ങാൻ പറ്റിയത് ലഹരി എന്ന് പറയുന്ന മദ്യത്തിലേക്കായിരുന്നു. ജോലിയില്ല, പണമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ലെറ്റർ വന്ന് അപ്പോഴത്തേക്ക് എനിക്ക് BLIC കിട്ടി, ബാച്ചലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, പഠിക്കാൻ ഗാന്ധി യൂണിവേഴ്സിറ്റി ലൈബ്രറി കിട്ടി. ആ ലൈബ്രറിയിൽ കിട്ടി. ഈ കോഴ്സ് ഞാൻ പഠിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഈ പരിപാടിയുണ്ട്, തേപ്പിൻ്റെ ഷോക്ക് പടിയുണ്ട്, എൻ്റെ കരച്ചിലും കഷ്ടതയുണ്ട്. അപ്പം ഞാൻ പഠിക്കുന്നത് എവിടെയാണ്? കോട്ടയത്താണ്, അതിരമ്പുഴയാണ്. ഞാൻ മിക്ക സമയങ്ങളിലും അതിരമ്പുഴയിലെ ചർച്ചിൽ പോയിരിക്കും. സത്യമാണ് ഞാൻ പറയുന്നത്. അതിരമ്പുഴയിലെ ആ ലോഡ്ജിൽ, അവിടുത്തെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചു. ഗാന്ധി യൂണിവേഴ്സിറ്റി ലൈബ്രറിക്കകത്തായിരുന്നു ക്ലാസ്. പലപ്പോഴും ഞാൻ വൈകുന്നേരങ്ങളിൽ ആ ചർച്ചിൽ പോയിരുന്ന് കരയും. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ കഴിച്ചിട്ട് പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഉള്ളതും സത്യമാണ്, കഴിച്ചിട്ട് പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഭയങ്കര കരച്ചിൽ വരുന്നത്. പക്ഷെ ദൈവം തമ്പുരാൻ ഭയങ്കര അനുഗ്രഹം തന്നു. എനിക്ക് UGC എലിജിബിലിറ്റി കിട്ടി കോളേജിൽ കയറാൻ. UGC എലിജിബിലിറ്റി കിട്ടിയോടുകൂടി ഞാൻ കോളേജുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ലൈബ്രറി സയൻസ് പഠിക്കുന്നു. ആ സമയത്ത് ഇതേ നമ്മുടെ പെൺകുട്ടി, പുള്ളിക്കാരത്തി പഠിച്ച ആ കോളേജിൽ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്നു. ഞാൻ തന്നെ വിജയിക്കും എന്ന് ഏകദേശം മനസ്സിലായിരുന്നു. പക്ഷേ ഞാൻ കോളേജൊന്നും പറയത്തില്ല. അവിടുത്തെ അതിൻ്റെ അധികാരികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ആ സീറ്റ് കൊടുക്കാൻ ആയിട്ട് ഒരാൾ അവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഇത് കിട്ടത്തില്ല എന്ന് സൂചിപ്പിച്ചു. ഞാൻ അത് വിട്ടങ്ങ് പോയി. പക്ഷേ ഉഗ്രൻ മധുര പ്രതികാരമായിരുന്നു. അവരുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള കോളേജിൽ, ആ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചറായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ എല്ലാം തുറന്നു വന്നതാണ്. പക്ഷെ നടന്നില്ല. പോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ പിന്നെ ഇൻ്റർവ്യൂകളായിട്ട് നടന്നു. അങ്ങനെ കാലടി ശങ്കര കോളേജിൽ UGC വേക്കൻസിയിൽ, ശാന്താബായി ടീച്ചറിൻ്റെ വേക്കൻസിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു.
മെറിറ്റിൽ ഫസ്റ്റ് തന്നെയായിരുന്നു. ശങ്കരാചാര്യ സ്വാമിയോടും എൻ്റെ മാനേജ്മെൻറ്റിനോടും എല്ലാം ഭയങ്കരമായ കമ്മിറ്റ്മെൻറ്റും നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. പക്ഷേ അപ്പോഴെനിക്ക് പണം വരാൻ തുടങ്ങി. എറണാകുളം, ശമ്പളം, കോളേജ് അധ്യാപകൻ, ഫ്രസ്ട്രേഷൻ, മറ്റേ മോഹഭംഗം. വൈകുന്നേരം ക്ലാസ് കഴിയുന്നു, വൈകുന്നേരം ആകുന്നു, അങ്കമാലിക്ക്, ചാലക്കുടിക്ക്, എറണാകുളത്തേക്ക്, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി കൂട്ടുകൂടുന്നു. കൂട്ടുകാർ, ചെറു സാർമാർ, കൂട്ടുകാർ, ഇവർ അടിച്ചു പൊളിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ സമയം ഒരു 10 വർഷക്കാലം ഒരു 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കുടിച്ചു തീർത്തു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുടി നിർത്താനായിട്ട് ഞാൻ സ്വയം തന്നെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പനക്കിലച്ഛൻ്റെ അടുത്ത് ധ്യാനം കൂടാനും വന്നു. സത്യസന്ധമായി തന്നെ പറയുന്നു, 7 ദിവസം ധ്യാനം കൂടി. അത് കഴിഞ്ഞ് തിരിച്ചുപോയി. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മാറ്റം ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ കുപ്പിയിലേക്ക് വീണു. ഇന്ന് എനിക്ക് മനസ്സിലാവും, എനിക്കറിയാം, ഞാൻ പലയിടത്തും പറയുന്നുണ്ട്, ജ്ഞാനമില്ലാതെ ധ്യാനം മാത്രം കൂടിയതുകൊണ്ട് അത്ര വലിയ അനുഭവങ്ങളോ മാറ്റങ്ങളോ ഉണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. ധ്യാനം കൂടണമെങ്കിൽ ധ്യാനത്തിലേക്ക് എത്തുന്ന വ്യക്തിക്ക് ജ്ഞാനവും കൂടെ ഉണ്ടാവണം. എനിക്ക് ജ്ഞാനമില്ലാതെ ധ്യാനം മാത്രം വന്നപ്പോൾ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും സുവിശേഷങ്ങളും കേൾക്കാൻ ഞാനിങ്ങനെ ഇരിക്കുകയും എൻ്റെ മനസ്സെന്ന് പറയുന്നത് വേറെ പലയിടത്തും കറങ്ങി തിരിഞ്ഞ് അനുഭവങ്ങളിലൂടെയും ആ ദേഷ്യങ്ങൾ മറ്റ് സംഗതികളിൽ നടന്നു പോകുമ്പം ധ്യാനം കൂടിയെടുത്തുനിന്ന് കിട്ടിയതൊന്നും എൻ്റെ ഉള്ളിൽ കയറിയില്ല. തെറ്റ് എൻ്റെ ഭാഗത്താണ്. അല്ല ധ്യാനത്തിൻ്റെ സെൻറ്ററിൻ്റെയോ അച്ഛന്മാരുടെയോ പ്രോബ്ലം അല്ല. ജ്ഞാനം ഒരുവൻ കരസ്ഥമാക്കണം. ജ്ഞാനമുള്ളവന് ധ്യാനിക്കാനിരുന്നാൽ അവൻ ഏകാഗ്രതയോടുകൂടി തന്നെ ധ്യാനിക്കും. അവൻ എത്തേണ്ടടുത്ത് എത്തും. ദൈവമായി ലിങ്ക് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തായാലും 2001 എൻ്റെ കല്യാണം വന്നു. കൊല്ലത്തുനിന്നൊരു പെൺകുട്ടി. കല്യാണം കഴിഞ്ഞു. ജാതകമൊന്നും നോക്കിയില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ ജാതി മത രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമാണ്. അന്ന് കുറച്ച് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പെണ്ണ് കാണാൻ പോയി. അപ്പം തന്നെ വരണമെന്ന് വിളിച്ചു. വേണ്ട, കല്യാണം നടത്താമെന്ന് പറഞ്ഞു. കൊല്ലത്തുനിന്നായിരുന്നു. 4.5 അടി ഹൈറ്റും 86 കിലോയുള്ള നല്ല മിടുക്കിയായ M.Pharm കഴിഞ്ഞ കുട്ടിയായിരുന്നു. കെട്ടി വീട്ടിൽ ചെന്നു. ഒന്നിനും ഇറങ്ങിയില്ല. പക്ഷെ കെട്ടിക്കഴിഞ്ഞ് ഒരു പ്രോബ്ലവും ഇല്ലാതെ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളാണ്. നല്ല കുട്ടിയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾ മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെ അമ്മയുടെ വിശ്വാസപ്രകാരം ആദ്യമായി ജാതകം നോക്കി. അപ്പോഴാണ് കുട്ടിക്ക് ചൊവ്വാദോഷമാണെന്നും ചേരില്ല എന്നും ഒരാൾ പോവും അല്ലെങ്കിൽ ഞാൻ തന്നെ തട്ടിപ്പോവും എന്നുള്ള അവസ്ഥകളും ആവുന്നു. ഞാൻ തട്ടിയാലും സാറല്ല, എനിക്കൊരു വിരോധവും ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും 2001 കെട്ടി. 2005 2 കുഞ്ഞുങ്ങളാവേണ്ടതായിരുന്നു. 2 ജനിച്ചില്ല, മരിച്ചു. ഡെലിവറിയിൽ വൈഫും പോയി എന്ന് ചുരുക്കി പറയാം. 2005 എനിക്ക് ടോട്ടൽ ലോസ്. അഹങ്കാരിയുടെ ഭവനം കർത്താവ് തകർക്കും എന്ന ആ ഒരു വചനത്തിൽ കോളേജിലൊക്കെ കയറിയപ്പം ഞാൻ പിന്നെ കുറച്ചൊന്ന് അഹങ്കരിച്ചു. കുറേ ഡിഗ്രികളായി. പിന്നെ ഡോക്ടറേറ്റ് എടുത്തു. അത് പറഞ്ഞില്ലല്ലോ. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്നും മൈക്രോബയോളജിയിൽ ബാക്ടീരിയ ഫംഗസിൻ്റെ ഇൻട്രാക്ഷനിൽ ഞാൻ മൈക്രോബയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. എൻ്റെ ഡിഗ്രികളെല്ലാം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രിയും MG യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രിയുമാണ്. പിന്നെയുള്ളത് ചില ഡിപ്ലോമകളാണ്. ചിലർ പറഞ്ഞു അതൊക്കെ എവിടെ തട്ടിക്കൂട്ടിയെന്നൊന്നുമല്ല, എല്ലാം വാല്യൂ ഉള്ള ഡിഗ്രികളാണ്. ഞാനിപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞു എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാം, ഈ പറയുന്ന അതിന് ഗോൾഡ് മെഡലോടുകൂടിയാണ് ഞാൻ പാസ്സായത്. എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് കേരള യൂണിവേഴ്സിറ്റി. വൈസ് ചാൻസലർ ആൻഡ് ഗോൾഡ് മെഡലൊക്കെ തന്നിരുന്നു. പക്ഷേ എന്ത് പറയാം, എല്ലാം വെള്ളത്തിൽ മുങ്ങി. 2005 ടോട്ടൽ ലോസ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു, ചെറിയ സിനിമകൾ. TS സുരേഷ് ബാബു സാറിൻ്റെ മാന്യന്മാർ, അതിലെനിക്ക് ചാൻസ് വാങ്ങിച്ചു തന്ന പന്തളത്തു നിന്നുള്ള റാണി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അത് സീരിയലിൽ രാജീവ് രംഗൻ്റെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും അഭിനയമോഹം ഉണ്ടായിരുന്നു. അത് ചെയ്തു. തുളസീദാസ് എന്ന് പറയുന്ന സാറിൻ്റെ സിനിമയിൽ മന്ത്രികുമാരനിൽ ചെയ്തു. രാജീവ് അഞ്ചൽ സാറിൻ്റെ ഋഷിവംശത്തിൽ ചെയ്തു. അങ്ങനെ കുറച്ച് സിനിമകളും കുറച്ച് സീരിയലിലും ചെറിയ വേഷങ്ങൾ ചെയ്തു പോകുന്ന ആശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും 2005 ടോട്ടൽ ലോസ്. 2005 ഞാൻ ആദ്യമായി വേദപുസ്തകം കൈകൊണ്ടെടുക്കുന്നത്. എന്താണ് ഈ ഗീത, എന്താണ് ബൈബിൾ, എന്താണ് ഖുർആൻ എന്ന് പഠിക്കാം, മനസ്സിലാക്കാം എന്ന് വിചാരിച്ചെടുത്തത്.
ഞെട്ടിപ്പോയെന്ന് മാത്രമല്ല, ഞാൻ ആ വേദഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ പല തലമുറയും പഠിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ ഈ വേദത്തിലേക്ക് കയറ്റാൻ വേണ്ടി ഞാൻ ബൈബിളിനെ ബേസ് ചെയ്ത് ഒരു കൈപ്പുസ്തകം എഴുതി. ഇതിൽ വചനങ്ങളുണ്ട്. വചനങ്ങളുടെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണ്. ഞാൻ കുറഞ്ഞതൊരു 500 പ്രാവശ്യമെങ്കിലും സുവിശേഷങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെറും കാണാപ്പാടമല്ല, സയൻറ്റിഫിക്കലായിട്ട്. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ അത് പറയാം. വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. കണ്ണുകൾ ശരീരത്തിൻ്റെ വിളക്കുകളാകുന്നു. നോട്ടം നല്ലതെങ്കിൽ ശരീരം പ്രകാശിക്കും, നോട്ടം മോശപ്പെട്ടതാണെങ്കിൽ ശരീരം കറുത്തിരുണ്ടു പോകും. എന്താണ് യേശുദേവൻ പറഞ്ഞ വചനത്തിൻ്റെ ബയോളജി? കണ്ണുകൾ ശരീരത്തിൻ്റെ വിളക്കുകളാവുന്നു. നോട്ടം, ഞാനൊരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ സെക്ഷുവലായിട്ടാണ് ഞാൻ നോക്കുന്നതെങ്കിൽ എൻ്റെ പിറ്റ്യൂറ്ററി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഹൈപ്പോതലാമസ് പിറ്റ്യൂറ്ററി ഗ്ലാൻഡ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന GnRH പ്രൊഡ്യൂസ് ചെയ്യും. അത് എൻ്റെ ടെസ്റ്റസിൽ വന്നിട്ട് എന്നെക്കൊണ്ട് ആൻഡ്രോജൻ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും എൻ്റെ ഉള്ളിൽ കാമം അല്ലെങ്കിൽ സെക്സ് അതിപ്രസരമായിട്ടുണ്ടാവുകയും എനിക്ക് ഒരു പക്ഷേ ലഹരിക്കൂടെ അടിമയാണെങ്കിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഈ കുട്ടിയെ അല്ലെങ്കിൽ വ്യക്തിയെ കിട്ടുന്നവരെ, അത് അമ്മുമ്മയാണോ കൊച്ചുകുട്ടിയാണോ ഒന്നും നോക്കത്തില്ല, അതിനെ നമ്മൾ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കറുത്തിരുണ്ട് പോകും എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അല്ലാതെ തൊലി കറുത്തു പോകും എന്നല്ല അതിൻ്റെ അർത്ഥം. മൃഗത്തിനെ പോലെ ആയിപ്പോകും എന്നാണ്. എന്നാൽ നോട്ടം നല്ലതാണെങ്കിൽ നമ്മളിൽ നിന്ന് നല്ല ഹോർമോണുകൾ, സ്നേഹത്തിൻ്റെ ഹോർമോണുകൾ, പ്രേമത്തിൻ്റെ ഹോർമോണുകൾ, എൻഡോർഫിനുകൾ, ഓക്സിറ്റോസിനുകൾ, ഈ ഹോർമോണുകൾ നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാവുകയും മുഖത്തൊരു തേജസ് ഉണ്ടാകും. നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ഓജസ്സായിട്ട് കയറുമ്പോൾ ആ ഓജസ് 2 രീതിയിൽ കൺവേർഷൻ നടക്കും. ഒന്നുകിൽ അത് രേതസ് എന്ന് പറഞ്ഞ് സെമനായിട്ട് കൺവേർട്ട് ചെയ്തു പോകും. അമിതമായ സെക്സ് വരുന്ന ആളിൻ്റെ ശരീരം നമ്മൾ നോക്കിയാൽ അതിനകത്ത് ഈ പറയുന്ന കറുത്തിരുണ്ട് പോകുമെന്ന് പറയുന്ന രീതിയിലുള്ള തേജസ് ഇല്ലായ്മ. രേതസ് കുറച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ തേജസ് എന്ന് പറയുന്ന സാധനം കൂടിയിരിക്കും. അതാണ് അച്ഛന്മാരുടെ ഫേസ്, ചില നല്ല അച്ഛന്മാരുടെ ഫേസ്, നല്ല സിസ്റ്റർമാരുടെ ഫേസ്, മാർപ്പാപ്പയുടെയൊക്കെ ഫേസ്. ഇന്നത് എനിക്കറിയാം. നമ്മൾ നോക്കിയാൽ ഒരു ചൈതന്യവും ഒരു പ്രകാശവുമാണ്. ആ പ്രകാശം ആ കണ്ണുകളിൽ കാണാം, ആ മുഖത്ത് കാണാം. അപ്പം ഞാനീ പറഞ്ഞ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് നല്ല ആഹാരമാണെങ്കിൽ അത് ഓജസ് ആയിട്ട് കയറും. ഞാൻ മേധസ് എന്ന് പറഞ്ഞു, അല്ല, ഓജസ് ആണ് കറക്റ്റ് വാക്ക്. ഓജസ് ആയിട്ട് കയറി അത് തേജസ് ആക്കാം, രേതസ്സാക്കാം. അപ്പം കൃപ കിട്ടിയവർക്കല്ലാതെ മറ്റാർക്കും, ആ കൃത്യമായി ബൈബിളിൽ യേശുദേവൻ പറഞ്ഞത് തന്നെയാണ്, കൃപ കിട്ടിയാലേ ദൈവദാസനായി മാറാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് പതുക്കെ കൃപ കിട്ടി തുടങ്ങിയിരുന്നു. വീണ്ടും ഞാൻ ബൈബിൾ വായിച്ചു വരുമ്പോൾ ഞാൻ വീണ്ടും കൂടുതൽ ഹാപ്പി ആവുകയാണ്. വേറൊന്നും കൊണ്ടല്ല, അതിൽ വീണ്ടും പറയുന്നു, ജന്മനാൽ അല്ലെങ്കിൽ ജനനത്താൽ തന്നെ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്, കയ്യിലിരിപ്പ് ശരിയില്ലാത്തതുകൊണ്ട് നാട്ടുകാർ തല്ലിയൊടിക്കും. എന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടനായി മാറാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഫാമിലി ഇല്ല, വൈഫില്ല, മക്കളില്ല, കുടുംബമില്ല. അങ്ങനെ ഒരു ജഡിക ലൈഫിലേക്കുള്ള താല്പര്യങ്ങളും എനിക്കില്ല. അപ്പോൾ ഒരു ആധ്യാത്മികത എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ 2005 മുതൽ ആദ്യമായി വേദഗ്രന്ഥം പഠിക്കുകയും അതിനെല്ലാം ബേസ് ചെയ്ത് ഞാൻ ബൈബിളും ഖുറാനും ഗീതയും എല്ലാം ബേസ് ചെയ്ത് 10 പുസ്തകങ്ങളോളം എനിക്ക് എഴുത്തറിഞ്ഞുകൂടാത്ത, ഞാൻ ബയോളജിയിൽ നിന്ന് എഴുത്തറിഞ്ഞുകൂടാത്ത എനിക്ക് വേദഗ്രന്ഥങ്ങൾ ബേസ് ചെയ്ത് 10ഓളം പുസ്തകം എഴുതാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2019 എൻ്റെ അമ്മ എന്നെ വിട്ട് പോകുന്നു. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു. അമ്മ പോയി കഴിഞ്ഞോടുകൂടി അമ്മയുടെ വേദന ഇതായിരുന്നു, അയ്യോ ഞാൻ പോയാൽ എൻ്റെ മകൻ ആരുമില്ലോ. മിക്കവാറുമുള്ള എല്ലാ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ചിന്ത ഇതാണ്, അയ്യോ ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ മക്കൾക്ക് ആരുമില്ല. പക്ഷേ അതൊരു തെറ്റായ ചിന്തയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ അമ്മ പോകുമ്പം ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു പോയ ആ സ്ഥാനത്ത് അമ്മ 2019 മെയ് 23 പോകുന്നു. 2019 ഡിസംബർ പോകുമ്പോൾ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ 10 വർഷം ആധ്യാത്മികത പഠിച്ചു, ഈ വേദങ്ങൾ പഠിച്ച് പുസ്തകം എഴുതിയപ്പോൾ 17 വർഷക്കാലം 17 വർഷക്കാലം ഞാൻ കൗൺസിലിംഗ് ഷോകളും മറ്റുമൊക്കെ നടത്തി. ഏകദേശം 2000-ഓളം ഷോകൾ പള്ളികളും ചർച്ചുകൾ, ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റ് സ്കൂളുകളൊക്കെ നടത്തി കുട്ടികളെ ഒരുപാട് മാനസാന്തരപ്പെടുത്തി. പിന്നെ ആൻറ്റി ഡ്രഗ്സ് കൗൺസിലറായി, എക്സൈസിൻ്റെ കൗൺസിലറായി, പോലീസിൻ്റെ കൗൺസിലറായി. ഇതെല്ലാം ദൈവം അത്ഭുതങ്ങൾ നടത്തി. വചനങ്ങൾ ഒരു സുവിശേഷ പ്രഭാഷകനെ പോലെ തന്നെ ഇങ്ങനെ പോയി. വലിയൊരു താടിയൊക്കെ എനിക്ക് ഇറങ്ങി വന്നു.
അപ്പം 2019 മെയ് 23 അമ്മ മെഡിക്കൽ കോളേജിൽ നിന്ന് പോകുമ്പോൾ കിടക്കുകയാണ്. അവിടെ നിന്ന് പോകുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞ വാക്കായിരുന്നു, നീ താടി എടുക്കണം, വീണ്ടും കല്യാണം കഴിക്കണം. അപ്പം അമ്മയോട് പറഞ്ഞ് രണ്ടാമത്തെ കാര്യം ഞാൻ വാക്ക് പറയുന്നില്ല, പക്ഷേ അമ്മയുടെ ആഗ്രഹപ്രകാരം താടി എടുക്കാം, കളറടിക്കാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഹെറിഡിറ്ററി, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ തലമുടിയൊക്കെ നേരത്തെ നരച്ചുകൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് നരയുണ്ടായിരുന്നു, ഗ്രേ ഹെയർസ് ആയിരുന്നു. പിന്നെ കളർ അടിച്ചു, പിന്നെ കളർ മാറ്റി, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഇവിടെ കുറച്ച് പേർക്കുണ്ട് തല അരച്ചാൽ ഉടനെ നമ്മൾ വയസ്സനാക്കും, പക്ഷേ അമേരിക്കയിലും US യൂറോപ്പിലൊക്കെ അത് വെളുത്ത മുടിയുമായിട്ട് കിടക്കുകയാണ്. അതൊന്നും ഞാനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ 2019 താടിയൊക്കെ എടുത്തു. 19 ഡിസംബർ ഏഷ്യാനെറ്റ് എന്നെ വിളിക്കുന്നു ബിഗ് ബോസ് ഷോയിലേക്ക്. എന്താണ് ഈ ബിഗ് ബോസ് എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ ഷോയിലേക്ക് ഞാൻ നോ പറഞ്ഞു. പക്ഷേ അവർ വീണ്ടും വിളിച്ചു 2 ആഴ്ച വന്ന് നിന്നിട്ട് പോകാൻ. അങ്ങനെയാണ് കുറച്ച് കളർ ഡ്രസ്സുകളും ഒക്കെ എടുത്ത് എൻ്റെ കൂടെ ദൈവ സാന്നിധ്യവും പിന്നെ വചനങ്ങളും വേദഗ്രന്ഥത്തിലെ വചനങ്ങളുമായി ഞാൻ ഇവിടെ നിന്ന് കയറി ചെന്നൈയിലെ ബിഗ് ബോസ് ഷോയിലേക്ക്, ആ റിയാലിറ്റി ഷോ, ഇന്ത്യയിലെ നമ്പർ 1 റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ദൈവം തന്നൊരു അവസരമായിരുന്നു. ചെന്നു. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം വലിയ വലിയ ആൾക്കാരായിരുന്നു. 2020 ജനുവരി 3 ആ ഷോയിലേക്ക് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ലോകം മൊത്തം ഇളവി. ധാരാളം പേർ എന്നെ ഇഷ്ടപ്പെട്ടു, കോടാനുകോടി പേർ ഇഷ്ടപ്പെട്ടു. പിന്നെയാണ് ഞാൻ അറിയുന്നത് എനിക്ക് 90% വോട്ടുകളും ജനങ്ങളുടെ എനിക്ക് തന്നെ കിട്ടി. പുറത്തിറങ്ങി ഭയങ്കര സ്വീകരണങ്ങളായി. പക്ഷേ ആ ഉണ്ടാക്കിയ ആ ഹൈപ്പ് നിലനിർത്താൻ പറ്റാതെ കൊറോണ വന്ന് ലോകത്ത് നിറഞ്ഞു. അപ്പോഴും ഞാൻ ബൈബിൾ വചനം ഓർക്കും. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴും എനിക്ക് വചനം, കൃത്യവചനം വരും. എന്താണ് കൊറോണ സമയത്ത് വന്ന വചനം എന്ന് വെച്ചാൽ, അഹങ്കാരികളുടെ എണ്ണം കൂടിക്കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ മാരകമായ രോഗാതി പീഡകൾ അല്ലെങ്കിൽ അപൂർവ രോഗങ്ങൾ കൊടുത്ത് ലോകത്തെ ജനങ്ങളെ നിശേഷം നശിപ്പിക്കും എന്ന് പറയുന്ന തരത്തിൽ ലോകം മുഴുവൻ അഹങ്കാരികളായി തുടങ്ങി, ധാരാളം പേര്. അപ്പോൾ വീണ്ടും നമ്മൾ പ്രളയത്തിലും കണ്ടാണ് പിന്നെ നാച്ചുറലായിട്ട് ഇങ്ങനെ വരിക. അങ്ങനെ എന്തായാലും 2000 ഷോ കഴിഞ്ഞിറങ്ങുന്നു. എൻ്റെ സിനിമാ സ്വപ്നം, ഞാൻ കോളേജ് റിസൈൻ ചെയ്തു, കൂടുതൽ സിനിമാക്കാർ വന്നു, അതിലേക്ക് ഇറങ്ങാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. പക്ഷേ 1.5 വർഷം അതെല്ലാം ഒളിഞ്ഞുപോയി കൊറോണ കാരണം. പിന്നെ ആഗ്രഹത്തോടെ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലെ ഒന്ന് എന്ത് എന്ന് എന്നോട് ചോദിച്ചാൽ, ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് ഒരു നല്ല കലാകാരൻ, ഒരു നല്ല ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു വരുന്നുണ്ട്, കുറച്ച് സിനിമകൾ ഇറങ്ങി. അപ്പോൾ ഇനി വരാൻ പോകുന്ന കുറേ സിനിമകളുണ്ട്. സിനിമ ഞാൻ പ്രധാനമായി ചെയ്യുന്നത് അവാർഡിന് വേണ്ടി മാത്രമല്ല. ഞാനിപ്പം ചെയ്യുന്ന മറ്റൊരു വലിയ പ്രവർത്തനം ചാരിറ്റിയാണ്. എനിക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ നല്ലൊരു വിഹിതവും വൃദ്ധസദനങ്ങളെയാണ് സഹായിക്കുക. എൻ്റെ റോൾ മോഡൽ ആര് എന്ന് ഉള്ളിനകത്ത് ചോദിച്ചാൽ ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു, മദർ തെരേസയും മഹാത്മാഗാന്ധിയെ ഒക്കെ പോലെ നല്ലൊരു സോഷ്യൽ സർവീസ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ദൈവദാസപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുക. പക്ഷെ അതിന് പണം വേണം. ഞാൻ പിരിക്കാനൊന്നും പോകത്തില്ല. അപ്പം എനിക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്, കല. ഏത് ക്യാരക്ടറും ഞാൻ ചെയ്യും, ഏത് റോളും ചെയ്യും, നന്നായി ചെയ്യും. നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം കൗൺസിലിംഗ് ഷോകളിലൂടെ കുട്ടികളെ മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല അധ്യാപകൻ എന്നുള്ള നിലയിൽ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 10, 300, 400ഓളം മെമൻറ്റോകളും അവാർഡുകളും എൻ്റെ വീട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നല്ലൊരു ആർട്ടിസ്റ്റ്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ, ഓസ്കാർ വരെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും, ഒരു സഹനടനുള്ള അവാർഡെങ്കിലും കിട്ടണം. 2, നല്ല സാമ്പത്തികം കിട്ടിയാൽ നമ്മുടെ കേരളത്തിലെ കുറേയേറെ വൃദ്ധസദനങ്ങളെയും ഓൾഡ് ഏജ് ഹോമുകളെയും ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം, പിന്നെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ. എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. 10-200ഓളം ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, ബയോളജി ക്ലാസ്സുകൾ, അതുപോലെ മോട്ടിവേഷൻ സ്പീക്കർ, അതുപോലെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ. രജിത്ത് ചാനൽ നിന്നാണ്. പലരും അത് കാണാറില്ല, കുറേ പേര് കാണും. പക്ഷേ എൻ്റെ ഈ നോട്ടിഫിക്കേഷൻ ഒന്നും മുഖ്യധാരയിൽ ആരും പബ്ലിസിറ്റി കൊടുക്കത്തില്ല. ഇപ്പോഴും ഞാൻ 28 കുട്ടികൾക്ക് 2000 രൂപ വെച്ച് +1 അഡ്മിഷൻ കിട്ടിയാൽ പഠനോപകരണം വാങ്ങിക്കാൻ വേണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 ലാസ്റ്റ്. പക്ഷേ കൂടുതൽ പേരിലേക്ക് എത്താറില്ല. വേണ്ടാത്ത ചാനലും വേണ്ടാത്ത വീഡിയോകളും ആണെങ്കിൽ കാണാൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും എൻ്റെ ന്യൂസുകളൊക്കെ ഞാൻ അതിലേക്കാണ് ഇടുന്നത്. കൂടുതൽ പാവപ്പെട്ട വ്യക്തികളെയും കൂടുതൽ സമൂഹത്തിൽ
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ബൈബിളിലെ ഒരു വചനം ഫോക്കസ് ചെയ്ത് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗുഡ്നസ് TV ആയതുകൊണ്ടും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിളിക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിൾ വചനങ്ങളായിരിക്കും പറയുക. അത് ദൈവം എനിക്ക് തന്നൊരു കഴിവാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷമുണ്ട്. അതിൽ ബൈബിൾ വചനം ഇതാണ്: നീ മാക്സിമം സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുക. ഇവിടെ നിൻ്റെ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് തുരുമ്പെടുത്ത് പോവും, കീടങ്ങൾ കൊണ്ടുപോകും, പുഴു അല്ലെങ്കിൽ അതൊക്കെ ചെതലെടുത്ത് പോവും. പക്ഷേ സ്വർഗരാജ്യത്തിൽ അവിടെ നീ വമ്പൻ നിക്ഷേപങ്ങൾ, ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ നീ അവിടെ നിനക്ക് കഴിയുന്ന അത്രത്തോളം സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് പിന്നെ ഒരു അസറ്റായി മാറും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ല. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ അത് അർത്ഥവും ആശയവും മനസ്സിലാക്കി നീ അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുമെങ്കിൽ നീ വിചാരിക്കുന്നതെല്ലാം നടന്നിരിക്കും. പക്ഷെ അതിന് 4 വാക്കുകൾ അത്യാവശ്യമാണ്. ഏതാണ് ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നിൻ്റെ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടുകൂടി നീ പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് നീ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ദൈവം തമ്പുരാൻ പ്രകൃതിയുടെ ഈ പ്രപഞ്ച ശക്തി ഏത് പേര് പറഞ്ഞാലും, അത് അള്ളാവെന്ന് പറഞ്ഞാലും, കർത്താവെന്ന് പറഞ്ഞാലും, യഹോവ എന്ന് പറഞ്ഞാലും, ഗോഡെന്ന് പറഞ്ഞാലും, പരമാത്മാവെന്ന് പറഞ്ഞാലും, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി അത് കോറിന്തോസിൽ പറഞ്ഞിട്ടുണ്ട്, പത്രോസിൽ പറഞ്ഞു, ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതിലേക്ക് പോയാലും ദൈവം പ്രകാശമാകുന്നു. ആ ശക്തി എന്ന് പറയുന്നത് നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യും. പക്ഷെ അത് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ആ അനുഗ്രഹം കിട്ടാൻ നമ്മൾ യോഗ്യരായിരിക്കണം. അതിൽ യേശുദേവൻ്റെ ഒരു വചനം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. യേശുദേവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഓരോ കുടുംബത്തിൽ കയറുമ്പോഴും ആ കുടുംബത്തിനെ ആശീർവദിക്കണം. ആ കുടുംബം ആ ആശീർവാദത്തിന് അനുയോജ്യരാണെങ്കിൽ, യോഗ്യരാണെങ്കിൽ ആ ആശീർവാദം അവിടെ നിലനിൽക്കും. ഇല്ലെങ്കിൽ അത് നിങ്ങളോടൊപ്പം തിരിച്ചു വരും. നമ്മൾ പള്ളിയിലും മറ്റൊരിടത്തുമൊക്കെ പ്രാർത്ഥിക്കാനും ഒക്കെ ധ്യാനം കൂടാനും ഒക്കെ പോയിട്ട് നമ്മൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ പ്രാർത്ഥിക്കുകയും നമ്മൾ ആ അനുഗ്രഹം കിട്ടാൻ യോഗ്യതയുള്ളവരല്ലാതായി തീർന്നിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഫലം കിട്ടണമെങ്കിൽ നമ്മളതിന് അനുയോജ്യരായിരിക്കണം. നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്ന സമ്പത്തും ഭൗതികതയും ഒന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല. അതുകൊണ്ട് അത്യാർത്ഥിയും സ്വാർത്ഥതയും ഉഡായിപ്പുകളും എല്ലാം മാറ്റിവെച്ച് നിഷ്കാമമായി മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മുമ്പേ പോയ പുണ്യാളന്മാരും മഹാത്മാക്കളും ജീവിച്ച് കാണിച്ചതിൻ്റെ ഒരു തുള്ളി പരസ്പരം സഹായിച്ചും ഷെയറിങ്ങും കെയറിങ്ങൂടെ സ്നേഹത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം.